ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഹായ് ബ. അപ്പോൾ നമ്മുടെ സ്കൈൻ്റെ ഫസ്റ്റത്തെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആണിത്. നമ്മുടെ സ്കൈ ലോഞ്ച് ചെയ്തിട്ട് 1 ഇയർ ആയിട്ടുണ്ട്. അന്ന് തുടക്കത്തിലും ഇപ്പോൾ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് റഫീഖ് അൽമയാർ. അതേപോലെ തന്നെ നമ്മുടെ അൽമയാർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് റഫീഖ് സാറ്. അപ്പം അദ്ദേഹം ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഈ ഒരു സ്കൈൻ്റെ ഫസ്റ്റത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഹാർദവമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, അതേപോലെ തന്നെ വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഹിബ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഹിബ. യു പീപ്പിൾ ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് 1 ഇയർ. നിങ്ങളുടെ തുടക്കത്തിൻ്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു ഏകദേശം 1 വർഷമായിട്ട്. ഞാൻ നിങ്ങളുടെ ജേർണി വളരെ സസൂക്ഷ്മം നോക്കി കാണാറുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ഒരുപാട് ആളുകളുടെ ജീവിതത്തെ ടച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിലോട്ട് തന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി നിങ്ങളുടെ ടീമിനെ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. റഫീഖ് സാർ നമ്മളെ കൂടെ ഏകദേശം കൂടിയിട്ട് 1 ഇയർ ആയിട്ടുണ്ട്. കാരണം ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു അഭിപ്രായം സാറിൻ്റെ അടുത്താണ് നമ്മൾ പറഞ്ഞത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തതും അതേപോലെ തന്നെ ഓരോ പോയിന്റ് നമുക്ക് പറഞ്ഞെന്ന് ഹെൽപ്പ് ചെയ്തതും സാറാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്കൈ 100-ൽ അധികം ആളുകളുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താ പറയുക, ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടത് തന്നെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ആ ഒരു കൈകളുള്ളത് കൊണ്ടാവാം, നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. കാരണം നമ്മളത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനെ കൊണ്ട് അത് ലോഞ്ച് ചെയ്യിപ്പിക്കണം നമ്മൾ ആഗ്രഹിച്ചു തരുന്നു. അത് നമ്മൾ ഫസ്റ്റ് പോയി പറഞ്ഞപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തു. അത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ കൂടെ നിന്ന് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിനും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ മറ്റുള്ള ആളുകൾക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, അതായത് ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഹെൽപ്പ് ആവുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം തന്നെ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്നതും കാണുന്ന വ്യൂവേഴ്സിന് അതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതാണ് സ്കൈ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയം കൂടി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് കൂടുതലും ഈ ബിസിനസ്സസ് ചെയ്യുക, അതിൽ സക്സസ് ആവുക, അതിൽ വിജയം കാണുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ചിലപ്പോൾ ഫെയിലിയർ പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ള പേടിച്ചിട്ടാവാം. അപ്പോൾ സാറും ഇതേ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇതേ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം ഇത്തരത്തിൽ സാറിന് ബിസിനസ് ചെയ്യാൻ വിജയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ജേണി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ജേണി എന്താണെന്ന് അറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഹെൻറി ആർ ഫോർഡ് എന്ന് പറയുന്ന വലിയൊരു ഓൺട്രപ്രനർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് യു വാണ്ട് ടു ഡെവലപ്പ് യുവർ ഫെയിലിയർ റേറ്റ് എന്നുള്ളത്. ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും ദാറ്റ്സ് എ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത്. നമ്മളിങ്ങനെ പറയും 90% കമ്പനികളും ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുമെന്ന് പറയും. 95% കമ്പനികളും ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകും. വെറും 5% കമ്പനികൾ മാത്രമായിരിക്കും 10 വർഷം കംപ്ലീറ്റ് ചെയ്തതും പിന്നീട് മുന്നോട്ട് പോകുന്നതൊക്കെ. കാരണം അതിൽ ദ മെയിൻ തിങ് ഈസ് റെസിലിയൻസ്. യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസിലിയൻസ് ഇല്ല, പേഷൻ ഇല്ല. ദിസ് ഈസ് ദ മോസ്റ്റ് ദ ടഫസ്റ്റ് ടാസ്ക് ഇൻ ദ ലൈഫ്. നമ്മൾ നല്ല ക്ഷമ വേണം, നല്ല ഡിസിപ്ലിൻ വേണം, നല്ല കൺസിസ്റ്റൻസി വേണം. ഒരുപാട് പരാജയങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ബിസിനസ് ഇസ് ദാറ്റ് ഡിഫിക്കൾട്ട്. ഇഫ് യു ഹാവ് സ്ട്രെങ്ത് ടു ഫേസ് ദോസ് ചലഞ്ചസ്, if you are ready to accept those failures, then you will have a great opportunity, great chance to be successful in your life. ഒരു സാധാരണ ഒരാൾക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ബിസിനസ്സുകാരാണ്. ഇപ്പോൾ ഇന്ത്യൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വെറും 4.9%
മാത്രമാണ് ഗുജറാത്തിൻ്റെ പോപ്പുലേഷൻ ഓവറോൾ ഇന്ത്യൻ്റെ പോപ്പുലേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇന്ത്യൻ്റെ 50% മുകളിൽ വെൽത്ത് കൈകാര്യം ചെയ്യുന്നത് ഗുജറാത്തികളാണ്. ലോകത്ത് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 90% വേൾഡിൻ്റെ വെൽത്ത് കൈകാര്യം ചെയ്യുന്നത് വെറും 10% മാത്രമുള്ള ഓൺടർപ്രിനേഴ്സാണ്. അപ്പോൾ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഓൺടർപ്രിനേഴ്സ് എന്ന് പറയുന്നത്. സമൂഹത്തിൽ, അവരുടെ ചുറ്റുപാട്ടിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ സെയിം ടൈം ഇറ്റ്സ് നോട്ട് ഫോർ എവരി വൺ. ബിസിനസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യു ഗോണ സ്റ്റാർട്ട് ഓർ ഇറ്റ്സ് ഗോണ ബി ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. And if you're ready to accept the failures, if you have resilience, if you have courage, if you have patience, if you have discipline, because that is very important. Nowadays the young generation, what I understood that they lack many things. One is discipline. They want to be successful in a day, or നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, the Rome is not built in a day. റോമാ സാമ്രാജ്യം ഒരു രാത്രിയിൽ ഉണ്ടാക്കിയതല്ല എന്നുള്ളത്. അത് ഒരുപാട് സമയമെടുക്കും. ഒരുപാട് കാലം നമ്മൾ കഠിനമായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ പേഷ്യൻസ് വേണം. Then we all can success. That's what my experience.